ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂസിലൻഡിലെ പാർട്ട് ടൈം ജോലിയെ പറ്റിയിട്ടാണ്. അതായത് ജോലി എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ ഏതൊക്കെ വെബ്സൈറ്റ്, ആപ്പ് അതിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ അതുപോലെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് എങ്ങനെയാണ്, ഇക്കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ന്യൂസിലൻഡിൽ 20 hours ആണ് ഒരു വീക്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്നത്. അത് ക്ലിയർ ആയിട്ട് നമ്മുടെ വിസയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരു വീക്കിൽ 20 മണിക്കൂർ ഇവിടെ ജോലി ചെയ്യാൻ അലൗഡ് ആണെന്നുള്ള രീതിയിൽ നമ്മുടെ വിസയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. വെക്കേഷൻ ടൈമിൽ, സെമസ്റ്റർ ബ്രേക്ക്, ഈ ഒരു ടൈമിലൊക്കെ നമുക്കിവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഇനി നിങ്ങൾ PhD സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, 20 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്ത് എന്ത് സംഭവിക്കും എന്നുള്ളത്. നിയമപ്രകാരം നമ്മൾ പറയുകയാണ്, അതായത് ലീഗലി നമ്മൾ നോക്കുകയാണെങ്കിൽ 20 hours ആണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ 20 hours കൂടുതൽ വർക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ജോലികൾക്കും നമുക്ക് സാലറി ഒക്കെ വരുന്നത് ബാങ്ക് ത്രൂ ആയിരിക്കും. സോ ആ ഒരു ടൈമിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പേ സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇൻ കേസ് നമ്മൾ ഫ്യൂച്ചറിൽ, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ മറ്റു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിലോ, അതായത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ ഇമിഗ്രേഷൻ്റെ അടുത്ത് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നാൽ അവരത് വെരിഫൈ ചെയ്യും. അന്നേരം അവർ നോക്കുമ്പോൾ 20 hours കൂടുതലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിസ കണ്ടീഷൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്തു എന്നുള്ള ഒരു രീതിയിലാണ്. സോ അത് അതായത് ലീഗലി അത് അലൗഡ് അല്ല. ആൻഡ് അത് നമ്മുടെ ആ ഒരു മൈഗ്രേഷൻ സ്റ്റാറ്റസിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾക്ക് അലോ ചെയ്തിരിക്കുന്ന ടൈം മാത്രം വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി എവിടെയൊക്കെയാണ് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് റീറ്റെയിൽ ഒരു ഏരിയ, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി, വെയർ ഹൗസ് ജോലികൾ, ട്യൂട്ടറിങ്, ബേബി സിറ്റിങ്, പിന്നെ സപ്പോർട്ട് വർക്ക് ജോലികൾ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് സ്റ്റുഡൻസിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ കാഷ്വൽ ജോബ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഒരുപാട് ഓപ്പണിംഗ് വരാറുണ്ട്. പിന്നെ അതുപോലെ മക്ഡൊണാൾഡ്സ്, KFC, സബ്വേ, ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സിൽ, പിന്നെ അതുപോലെ കഫറ്റീരിയാസിലും, പിന്നെ ഒരുപാട് വെയർ ഹൗസിലും ഇവിടെ ഓപ്പണിംഗ് വരാറുണ്ട്. പിന്നെ കൂടുതലായിട്ടും വരുന്ന ജോലിയാണ് ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്യൂട്ടറിംഗ് ജോലികൾ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബേബി സിറ്റിംഗ് ജോബുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അതായത് പേരൻസ് അവരുടെ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ചിലപ്പം ആളുകളെ വേണമെന്നുള്ള രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബേബി സിറ്റിങ്ങിന്, അതായത് പർട്ടിക്കുലർലി ബേബി സിറ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമായിട്ടും നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണാൻ പറ്റും. പിന്നെ കൂടുതലായിട്ടും ജോലികളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് സപ്പോർട്ട് വർക്കർ എന്ന് പറയുന്നത്. ഈ കെയർ ഗീവിങ് ജോലികൾ, സപ്പോർട്ട് വർക്കേഴ്സ് ജോബ്, അതൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഫാമിലി സപ്പോർട്ട് വർക്കർ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് വർക്കർ, ഇങ്ങനെയുള്ള ഒരുപാട് ജോലികളും സ്റ്റുഡൻസിന് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ പാർട്ട് ടൈം വരുന്നുണ്ട്, ക്യാഷ്വൽ വരുന്നുണ്ട്, ഫുൾ ടൈം വരുന്നുണ്ട്. ഇനി പാർട്ട് ടൈം അല്ലെങ്കിൽ കാഷ്വൽ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വീക്കിൽ നമുക്ക് ഫിക്സഡ് അവേഴ്സ് ഉണ്ടായിരിക്കും. അതായത് എനിക്ക് 20 hours പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് 20 hours മസ്റ്റായിട്ടും ആ ഒരു വീക്കിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനിയിപ്പോൾ എനിക്ക് 10 hours പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു വീക്കിൽ എനിക്ക് 10 hours കിട്ടിയിരിക്കും. കാഷ്വൽ ജോബ്സിൽ ഫിക്സഡ് അവേഴ്സ് ഇല്ല. അതായത് ഇപ്പം ചിലപ്പോൾ ഈ ഒരു വീക്ക് എനിക്ക് 10 hours ആയിരിക്കും, നെക്സ്റ്റ് വീക്ക് എനിക്ക് 15 hours ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീക്ക് എനിക്ക് 20 hours ആയിരിക്കും. അതായത് ആ ഒരു റോളിന് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് അവർ വിളിക്കുക. ഷോപ്പിലാണെന്നിരിക്കട്ടെ, അപ്പം ആ ഒരു ടൈമിൽ അവർ വിളിക്കുകയാണ്, ഇപ്പം ഇവിടെ ആളില്ല, ഇപ്പം നിങ്ങൾ വരണം. അപ്പം എപ്പോൾ വേണേലും നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ അവേഴ്സ് ഫിക്സ്ഡ് അല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാഷ്വൽ ജോബ്സിൽ. പക്ഷേ പാർട്ട് ടൈം ജോബിന് വെച്ച് കാഷ്വൽ ജോബ്സിന് പെർ അവർ പേ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. പിന്നെ അതുപോലെ സ്റ്റുഡൻസിനൊക്കെ ആകുമ്പോൾ ഇപ്പം മിക്ക ദിവസം ക്ലാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം വരുമ്പം ഇന്ന ദിവസം ഇത്ര അവേഴ്സ് അങ്ങനെ ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ അവേഴ്സും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും, അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതേസമയം കാഷ്വൽ ജോബ് ആകുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിലിറ്റി, അതായത് നമ്മുടെ അവൈലബിലിറ്റിയും കൂടി കൺസിഡർ ചെയ്യും. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഇന്ന ദിവസം എൻ്റെ അടുത്ത് വരുമോ എന്ന് എൻ്റെ എംപ്ലോയർ ചോദിച്ചാൽ ഞാൻ പറയുകയാണ് എനിക്കന്ന് വരാൻ പറ്റില്ല, ബിക്കോസ് അന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, നമുക്ക് റിജക്റ്റ് ചെയ്യാം. അതേസമയം പാർട്ട് ടൈമിൽ വർക്കിംഗ് അവേഴ്സ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ വർക്കിംഗ് ടൈമിൽ, അതായത് അവർ പറയുന്ന ഷിഫ്റ്റിൽ നമ്മൾ അവിടെ ചെല്ലുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതാണ് പാർട്ട് ടൈം ആൻഡ് കാഷ്വൽ ജോബ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പിന്നെ ഉള്ളതാണ് ഫുൾ ടൈം ജോബ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും, മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിരിക്കും. സോ എങ്ങനെ വേണമെങ്കിലും വരാം. സോ അതാണ് 3 ടൈപ്പ് ഓഫ് ജോബ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇനി നമുക്ക് ഈ ജോലികൾക്കൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും ഇവിടെ ഒരുപാട് ആപ്സും അതുപോലെ വെബ്സൈറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അതിൽ തന്നെ ഒരു നമ്പർ 1 ആയിട്ടുള്ളതാണ് സീക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ്. അതിൻ്റെ തന്നെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. സോ നിങ്ങൾ അതിൽ കയറി ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കതിൽ ജോബ്സ് സെർച്ച് ചെയ്യാം. അതായത് പാർട്ട് ടൈം ജോബാണോ, ക്യാഷ്വൽ ജോബാണോ, അതുപോലെ ലൊക്കേഷൻ പ്രിഫറൻസ്, അതുപോലെ തന്നെ ഏത് ഡൊമൈനാണോ, ഹോസ്പിറ്റാലിറ്റി ആണോ, റീറ്റെയിൽ ആണോ, കൺസ്ട്രക്ഷൻ ആണോ, അല്ലെങ്കിൽ IT ആണോ, ഏത് ഏരിയയാണ് നിങ്ങൾ നോക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമുക്ക് ജോബ്സ് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് സ്റ്റുഡൻറ്റ് ജോബ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ്. അതും സ്റ്റുഡൻസിന്, പർട്ടിക്കുലർലി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഈ SJS, അതായത് സ്റ്റുഡൻറ്റ് ജോബ് സെർച്ച്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് നമുക്ക് സ്റ്റുഡൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലിയായിരിക്കും അതിൽ കൂടുതലും പോസ്റ്റ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ടൈം അവൈലബിലിറ്റി കാര്യങ്ങൾക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 20 hours ജോലികളായിരിക്കും, അല്ലെങ്കിൽ 15 hours ആയിരിക്കും, ചിലപ്പോൾ 1 time ജോലിയായിരിക്കും, ഒരു 1 day മാത്രമായിരിക്കും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവുള്ളൂ. സോ അങ്ങനത്തെ ജോലികളൊക്കെ ആയിരിക്കും ഈ സ്റ്റുഡൻറ്റ് ജോബ് സെർച്ചിൽ കൂടുതലും വരിക. ഇനി ഈ 2 ആപ്പുകൾ തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻറ്റ് ജോബ് സെർച്ച് ആയിരിക്കും സ്റ്റുഡൻസിന് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് സീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലും പ്രൊഫഷണൽസിന്, അതായത് നമ്മൾ വൺസ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് എക്സ്പീരിയൻസ് ആയി, അതിനുശേഷം നമ്മൾക്ക് ഫുൾ ടൈം നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഉള്ള നമ്മൾ ആ ഒരു ഇതിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സീക്കും. അല്ലാതെ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി ജോലി നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നതും സ്റ്റുഡൻറ്റ് ജോബ് സെർച്ചിലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെയുള്ള ഒരു ആപ്പാണ് ട്രേഡ് മീ എന്ന് പറയുന്നത്. അതും ആപ്പും അതുപോലെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. സോ അതിലും നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് റെൻ്റൽ ഹോംസ് നോക്കാം, കാർ, അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ അപ്ലയൻസസ് ഒക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലുള്ള വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആപ്പുകളും ഇവിടെ നമുക്ക് ജോലി സെർച്ച് ചെയ്യുന്നതിനായിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടാതെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും അവർ ചോദിക്കും നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ട്. നമുക്കറിയാവുന്ന ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പേര് അവിടെ ആഡ് ചെയ്യാം. സോ അവർ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളെ പറ്റി അന്വേഷിക്കും, അതായത് ഒരു റെഫറൻസ് പോലെ. അങ്ങനെ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പ്രയോറിറ്റി ഉണ്ടാകും. അതുപോലെ നമ്മൾ കൂടുതലും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് റെസ്യൂമെ, ഇപ്പോൾ എന്തെങ്കിലും ഷോപ്പ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ റെസ്യൂമെ സബ്മിറ്റ് ചെയ്യുന്നതും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ബിക്കോസ് ചില കമ്പനീസ് അല്ലെങ്കിൽ ചില ഷോപ്പുകളിലൊന്നും അവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല എന്നല്ല, കൂടുതലും അവർക്ക് ബൈ ഹാൻഡ് കിട്ടുന്നതായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്നാൽ ചില കമ്പനികൾ, അതായത് ഇപ്പോൾ വൂൾവേഴ്സ് അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ്, KFC അവിടെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ വൂൾവേഴ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ വൂൾവേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ പ്രോസസ്സ് ഫുൾ ഓൺലൈനാണ്. അതായത് അവരുടെ ആപ്ലിക്കേഷൻ മുതൽ നമ്മുടെ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ വീഡിയോ ഇൻ്റർവ്യൂ കാര്യങ്ങൾ അതെല്ലാം വരുന്നത് ഓൺലൈനാണ്, ഫുള്ളി ഓൺലൈനാണ്. സോ അങ്ങനെയുള്ള കമ്പനീസൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ബൈ ഹാൻഡ് റെസ്യൂമെ കൊടുത്ത് അവർ മേടിക്കില്ല. അവർ പറയും ഓൺലൈനാണ് ഫുൾ പ്രോസസ്സ്. നിങ്ങൾ അന്വേഷിക്കുക, ബൈ ഹാൻഡ് കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം പോയി ബൈ ഹാൻഡ് കൊടുക്കുക, സംസാരിക്കുക, നിങ്ങളുടെ അവൈലബിലിറ്റി പറയുക, നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് പറയുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രയോറിറ്റി കൂടുതലുണ്ടാവും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നിടത്തല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ പോയി സംസാരിക്കുക, അവിടെ മാനേജറോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഹെഡായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുക ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലാൻ നിങ്ങൾ കാണിച്ച ആ ഒരു വില്ലിങ്നെസ് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവായിട്ട് മാറിയേക്കാം. സോ ഇതൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, പോളിടെക്നിക് ആയിക്കോട്ടെ, അവരുടെ വെബ്സൈറ്റിലും ജോലികൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ടീമും സ്റ്റുഡൻറ്റ് അഡ്വൈസേഴ്സൊക്കെ ഉണ്ടായിരിക്കും. സോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതുപോലെ പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലെക്ചറേഴ്സുമായിട്ട് സംസാരിക്കുക. സോ അവർ നിങ്ങളെ സ്റ്റുഡൻറ്റ്സ് അഡ്വൈസേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് തരും. സോ അങ്ങനെ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാനും അതുപോലെ അവർ നമ്മുടെ CV പ്രിപ്പയർ ചെയ്യാനും കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഇവിടുത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലത്തെ ഫോർമാറ്റുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല CV എന്നാണ് എനിക്ക് ഇവിടെ തോന്നിയത്. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡിക്ലറേഷൻ അതുപോലെ സോഫ്റ്റ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ന്യൂസിലാൻഡ് ഫോർമാറ്റിൽ എനിക്ക് തോന്നിയത്
അത്ര ഒരുപാട് ലോങ് ആയിട്ട് ഒരുപാട് എക്സാജറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണുള്ളത് അത് അതുപോലെ തന്നെ മെൻഷൻ ചെയ്താൽ മതിയാകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എനിക്ക് റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പ്രീവിയസ്ലി വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്താണെങ്കിൽ പോലും വേറെ ഫീൽഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് സി വിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഞാൻ മുന്നേ വർക്ക് ചെയ്ത സ്ഥലത്തുണ്ടായിരുന്ന എൻ്റെ സ്കില്ലുകൾ എനിക്ക് എങ്ങനെ ഈ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയുന്നത്. അതും നമുക്ക് ഒരു പ്രയോറിറ്റി കിട്ടാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലെവൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും, AI ടൂൾസ് എന്തെങ്കിലും ആയിരിക്കും സ്ക്രീൻ ചെയ്യുന്നത്. സോ ആ ഒരു ടൈമിൽ അവരിരുന്ന് നിങ്ങളുടെ ട്രാൻസ്ഫറബിൾ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കില്ലുണ്ട്, അത് ഈ ഒരു സിനാരിയോയിൽ വർക്കൗട്ട് ആകും, അങ്ങനെയൊന്നും നോക്കില്ല. അവർ ജസ്റ്റ് ആ ഒരു ടൂളിലോട്ട് നമ്മുടെ ഈ CV എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവർക്കുടെ റിക്വയർമെൻറ്റ്സിന് പറ്റുന്ന എത്ര CV അതിൽ വന്നിട്ടുണ്ട് അത് മാത്രമേ അതിൽ നിന്ന് ചൂസ് ചെയ്യത്തുള്ളൂ. സോ നമ്മളെപ്പോഴും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ റിക്വയർമെൻറ്റ്സിന് പറ്റുന്ന സ്കില്ലുകൾ, ഇപ്പം അതിൽ കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ CV മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. സോ റിക്വയർമെൻറ്റ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ CV അല്ലെങ്കിൽ കവർ ലെറ്ററിലോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. പിന്നെ അതുപോലെ നിങ്ങളിവിടെ വൺസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയതാണ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. ബിക്കോസ് ഇവിടെ എല്ലാ ജോലികൾക്കും ഒരു 80 അല്ലെങ്കിൽ 90% ജോലികൾക്ക് ഞാൻ കണ്ടത്, 80% എങ്കിലും ജോലികൾക്ക് ഞാൻ കണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. അതും നമ്മുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് പോരാ, ന്യൂസിലൻഡ് ലൈസൻസ് തന്നെ വേണം. അതും റിസ്ട്രിക്റ്റഡും പോരാ, ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. സോ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ വരുമ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കുന്നത് നല്ലതായിരിക്കും. പിന്നുള്ളൊരു കാര്യമാണ്, ഇപ്പോഴത്തെ ന്യൂസിലൻഡിലെ ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡൗൺ ആണ്. ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നിങ്ങളതിൽ ആപ്ലിക്കൻസിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ തന്നെ 300, 500, 1000 ഇത്രയും പേര് ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചാൻസ് ഭയങ്കര കുറവായിരിക്കും. സോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഫുൾ ടൈം ജോബ് ചെയ്യുന്നവർക്ക് പോലും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സോ ഇപ്പോൾ ഒരു എംപ്ലോയർ നോക്കുമ്പം ഒരു ഫുൾ ടൈം ജോലിക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളും ഉണ്ട്, പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകളും ഉണ്ട്. അതായത് സ്റ്റുഡൻസും ഉണ്ട്, സ്റ്റുഡൻസ് അല്ലാത്തവരും ഉണ്ട്. സോ അവരെപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുക സ്റ്റുഡൻസ് അല്ലാത്തവരായിരിക്കും. കാരണം അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകളെയായിരിക്കും കുറച്ചുകൂടി വേണ്ടത്, ഏത് ടൈമിലും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾക്ക് 20 hours ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ഒരു ദിവസം എക്സ്ട്രാ ഒരാൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് അല്ലാത്തവരെ പ്രിഫർ ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത്. ബിക്കോസ് കുറേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓർക്ക് എത്ര ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, എന്താ നമുക്കൊന്നും റെഡി ആകാത്തത്, നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ നമുക്ക് മാക്സിമം ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്നിടത്തെല്ലാം പോയി ഡയറക്റ്റ് സംസാരിക്കുക. സോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.